ആയാലും ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. ഒന്നും പണിതിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയാട്ടോ ഉണ്ടാക്കുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. ഇന്ന് ഏതായാലും ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ചപ്പാത്തി ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ചപ്പാത്തിയുടെ ചെരുവത്തിന്റെ പൊക്കത്ത് കൈ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. എൻ്റെ അകത്ത് മാവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ വെട്ടമൊന്നും ഇല്ല, കറണ്ട് പോയി. അത് കാരണം വലിയ വെട്ടമൊന്നും ഇല്ല കേട്ടോ. അവൻ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടല്ലേ. നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുവാണേ. എല്ലാ ദിവസവും കപ്പയാ വാങ്ങിക്കുന്നത്. ഇന്ന് കപ്പ വാങ്ങിച്ചില്ല, അത് കാരണം ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മഴ പിടിച്ചാൽ നമുക്ക് ഭയങ്കര പാടാണ് ചപ്പാത്തി അത് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഗ്യാസേ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാറില്ല, ഞങ്ങൾ അടുപ്പത്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗ്യാസ് ലാഭിക്കാലോ. അടുപ്പത്ത് വെച്ചുണ്ടാക്കിയ ഏതായാലും ഇത് കുഴച്ച് ഉരുട്ടിയിട്ട് കാണാവേ. ചപ്പാത്തി പ്ലേറ്റിൽ വെച്ചാ പോരെ. പൊടി ഇട്ടിട്ട് പ്ലേറ്റിലോട്ട് വെക്കാം അല്ലേ. പിന്നെ ഒട്ടിപ്പിടിക്കൂലേ. ചപ്പാത്തിക്ക് വല്ല റൗണ്ട് ഒന്നും ഇല്ല, ഷേപ്പ് ഒന്നും കാണില്ല. ആകെ അതിനകത്തെ ഇന്ത്യന്റെ ഭൂപടം പോലെയൊക്കെ ഇരിക്കും കേട്ടോ. ഏതായാലും ചപ്പാത്തി വരുത്താൻ പോവാന്നല്ല, ഇന്ത്യയുടെ ഭൂപടം വരുത്താൻ പോവാന്ന്. നമ്മള് വലിയ ഷേപ്പ് ഒന്നും കാണിയല്ല. ചപ്പാത്തിക്കോലിന്റെ നമ്മള് മേടിക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും, അന്നേരം അവിടെ അങ്ങനെ പശ തേച്ചിട്ട് അറിയില്ല. ഇത് തേച്ചൊക്കെ കഴുകി കഴിയുമ്പോഴത്തേനായിരിക്കും ഇങ്ങനെ വരുന്നത്. അമ്മ ബീഫ് കഴുകി കുക്കറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഞാൻ ചപ്പാത്തി ഇങ്ങനെ വറുക്കൊണ്ട് നിന്നുകൊണ്ട് ഞാൻ അവസ്ഥയോട് നോക്കിയില്ല. അമ്മയാണ്ടോ അത് കഴുകിക്കൊണ്ട് വെക്കുന്നത്. അതിൻ്റെ അകത്ത് അമ്മ എന്താ മുളക് പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, അതിൽ 3 കൂടെ ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഉപ്പും. ഞങ്ങളത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടാണ്, ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടാണ് ഞങ്ങൾ കറി ഉണ്ടാക്കുന്നത്. എളുപ്പതാകാൻ വേണ്ടിയാണ് കേട്ടോ. വേറെ രീതിയിലും വെക്കാം. ഇവിടെ അങ്ങനെയാ വെക്കുന്നത്, നമ്മളെ വെക്കുന്ന രീതിയാണല്ലോ നമ്മൾ പറയുന്നത്. സർക്കാരിന്റെ കണക്കും പ്രകാരമുള്ള അടുക്കളയാണ് ഇത്. നമ്മളത് പണിതിട്ടില്ല.
ഗ്യാസേ വെച്ച് എല്ലാം ചെയ്യുന്നത് മാത്രം, വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ട്. മല്ലിപ്പൊടി ഇടില്ല, മല്ലിപ്പൊടി ഇട്ടാ മല്ലിപ്പൊടിയുടെ ചുവയാ. മല്ലിപ്പൊടി ഇട്ടില്ല. രണ്ട് മഴ പെയ്യുമ്പോഴത്തേനും അമ്മയ്ക്ക് പിന്നെ തണുപ്പാണ്. അത് കാരണം അമ്മ പിന്നെ കമ്പിളിയൊക്കെ പോസ്റ്റോണ്ടാട്ടോ നടക്കുന്നേ. മഴ ദൂരെ പോയാ മതി. ഒക്കെ മാറ്റി വെച്ചേക്കാം. പിന്നെ മഴ വരുന്നതിന് മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കി അടുപ്പത്ത് ഉണ്ടാക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഗ്യാസ് തീരും. ഗ്യാസ് തീരുന്നല്ലേ എനിക്ക് ചൂടാകുമ്പോ. അത് ചൂടാകുന്നത് പേടിക്കണ്ട അമ്മേ. അവിടെ ആ മടത്തിലൊക്കെ ആണെങ്കിലും ഞാൻ നിന്നപ്പം അതുപോലെ എത്ര നേരം പണിതാലും അതൊക്കെ തീരണത്. അതെല്ലാം ഗ്യാസേലല്ലേ, എന്നാലും ആ കമ്പി എല്ലാം പഴുക്കും. ഓസും കമ്പിയും അതിന്റെ സ്റ്റൗവും എല്ലാം പഴുക്കും. അവിടെ ഗ്യാസ് സ്റ്റൗ ഇവിടെ എല്ലാം വെക്കുന്നത്, പുറത്ത് വെക്കുന്നത്. അത് കൊട്ടി കളഞ്ഞിട്ടേ ഇടാവുള്ളൂ കേട്ടോ. ഇവിടെയാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നത്. നമ്മള് ഷെഡൊന്നും പണിതിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയാട്ടോ ഉണ്ടാക്കുന്നത്. മഴയ്ക്ക് മുമ്പ് ഒന്ന് ചുട്ടെടുത്തോണ്ട് സ്ഥലം പെടണം. അതിന് വേണ്ടിയാ തീർത്തിക്കുന്നു. ചുട്ടെടുത്തിട്ട് കാണാം കേട്ടോ. കരണ്ട് പോയ വഴി പോയെന്ന്, ഇതുവരെ കരണ്ട് വന്നില്ല. ചോപ്പറിനകത്ത് വലിച്ചാൽ പോലെയായിരുന്നു. ആ ചോപ്പറിനകത്ത് ചോപ്പർ ശരിയാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ ചോപ്പറിലിട്ട് വലിച്ചാൽ മതിയായിരുന്നു. ചുമ്മാ പച്ചവെള്ളം ഒഴിച്ച് വലിച്ച് അന്ന് നശിപ്പിച്ച് വെച്ചേക്കാം. പിന്നെ എങ്ങനെയാന്ന് പറയാം. ഒന്നാം തരം നശിപ്പിക്കുന്നതിന്റെ വിത്താണ് ഈ നിക്കുന്നത്. മുങ്ങിയവൻ. കരണ്ട് വന്നിട്ട് പിന്നെ പോയി. ഏതായാലും കറി വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കറി വെക്കാം. കരണ്ട് വന്ന് ഓയിൽ ഒഴിക്കാട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഞാന് ബീഫിന്റെ ഇതിന്റെ അകത്ത് ചെയ്യുമ്പോൾ നെയ്യ് കാണും, അതാണ് ഉപയോഗിക്കുന്നത്, വഴറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിക്കുള്ളൂ, കടുക് പൊട്ടാനായിട്ടുള്ള എണ്ണ ഒഴിക്കുള്ളൂ. ചൂടായി കഴിയുമ്പോൾ കടുകിടാം. ചൂടായിട്ടുണ്ട്, കടുകിടാം. കടുകിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു തരുവേ. ഞാൻ ഇട്ട് കറിവേപ്പില. ഇത് വേവിച്ച് വെച്ചേക്കുന്ന, അപ്പൊ ഇതിന്റെ അകത്ത് നെയ്യ് കാണാം, നെയ്യ് കൊടുക്കും.
സുഖമൊന്നുമില്ല. എന്താണ് കുഞ്ഞുക്കറി? ഇവിടെ ചിക്കൻ സവാള ഇടുന്നത് പോലെ ഞങ്ങൾ സവാള ഇടുന്നുണ്ട്. അത് എല്ലാവർക്കും ചാറ് വേണം, അത് കാരണം ഞങ്ങൾ സവാള ചിക്കൻ ഇടുന്നത് തന്നെ സവാള അധികം എടുക്കും. അല്ലെങ്കിൽ ചാറ് ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അത് കാരണം സവാള ഇച്ചിരി അധികം എടുക്കും. അങ്ങനെ അമ്മ ചപ്പാത്തി ചിട്ടോണ്ട് വന്നു. നോക്കണ്ട. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നോക്കട്ടെ മല്ലിപ്പൊടി. ഈ സൈഡിൽ മല്ലിപ്പൊടി ഇരിപ്പുണ്ട്. കാണത്തില്ല. അത് നോക്കാൻ വേണ്ടി നിന്നാണ്. മല്ലിപ്പൊടി ഇട്ടു. ഇനി എത്ര? 2 സ്പൂണോ? 2 സ്പൂൺ മതിയോ മല്ലിപ്പൊടി? മുളക് പൊടി അത് മതി. എരിവ് ഒത്തിരി ആയാലും ഇത് പിന്നെ മസാലപ്പൊടി പിന്നെ അളക്കുന്നൊന്നുമില്ല. അത് അളക്കുന്നൊന്നുമില്ല. അതിന് പകുതി അങ്ങ് ഇടും കവറിന്. ചാറ് വേണ്ടത് കൊണ്ടാണ് കേട്ടോ അത്രയും എടുക്കുന്നത് അല്ലേ മേ? ചാറ് വേണം. ഇവിടെ എല്ലാവർക്കും ചാറേന്നാണ്. മുളക് കുറവെന്നാണ്. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി എല്ലാം കഴിഞ്ഞിട്ട് കൂട്ടിയിടാം. അതിനകത്ത് മുളക് പൊടി അല്ല ഇട്ടത്. അല്ല എരിവ് നോക്കിട്ട് ഇടാന്നേ. ഇല്ലടി ഇച്ചിരി എരിവ്. ഇനി ഇളക്ക്. ഈ തിളച്ച് കുറുകി നല്ല ചാറൊക്കെ കുറുകി ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ചാറ്. ഇങ്ങനെ കുറുകി ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കറി. അരപ്പുണ്ടമ്മേ. എല്ലാരും കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കഴിക്കുമ്പോ അമ്മ കറി ചപ്പാത്തി വിളമ്പുന്നു. ചപ്പാത്തി എല്ലാവർക്കും വിളമ്പുന്നു. അമ്മ ചപ്പാത്തി അവൾക്കും കൊടുക്കണോ? ഇച്ചിരിയില്ലേ പാത്രം? ഇത് വേണോ? ഇന്നത്തെ വീഡിയോ ചവച്ചോണ്ടിരുന്നോണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളാണ്. ഞങ്ങളുടെ ഈവനിങ് വ്ലോഗാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ പല പല വിഷയങ്ങൾ കേട്ടോണ്ടിരിക്കും. ഏതായാലും ടാറ്റാ.